ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജനുവരി 1 മുതൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഈ വർഷത്തെ 192ാമത്തെ ദിവസമാണ്. 563ാമത്തെ എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: പ്രശാന്ത വാർദ്ധക്യം എങ്ങനെ കരസ്ഥമാക്കാം. പ്രശാന്ത വാർദ്ധക്യം എങ്ങനെ കരസ്ഥമാക്കാം? അതിനുവേണ്ടി നാം ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ തയ്യാറാക്കേണ്ടതുണ്ട്. കാരണം അവർ ശൈശവ പ്രായത്തിൽ നമ്മളെ ടോട്ടൽ ആശ്രയിച്ച് ജീവിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന് ശേഷം, അവർ യൗവനയുക്തരായതിനു ശേഷം അവർ സ്വയം ഒരു ഏണിംഗ് മെമ്പറായി മാറുന്നു. അന്നു മുതൽ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ അവരെയും നമ്മൾ പഠിപ്പിക്കുന്നു. മാതാപിതാക്കളെ നോക്കണം, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കണം, നിന്റെ കുടുംബം നോക്കണം എന്നൊക്കെ. അതിൽ നിന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവൻ സമ്പാദിക്കുന്ന പൈസ മുഴുവനും ഹാൻഡ് മൗത്ത് എന്ന രീതിയിൽ അന്ന് ആ മാസം തീരുന്നതോടെ അവൻ്റെ ശമ്പളവും തീരുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ വാർദ്ധക്യത്തിലെത്തി കഴിയുമ്പോൾ അവൻ അവൻ്റെ കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഡിപ്പെൻഡൻസി വളരെ അരോചകമായിരിക്കും ഇന്നത്തെ കാലയളവിൽ. കാരണം ഇന്ന് നവദമ്പതികൾ പ്രത്യേകിച്ച് അവരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ, അവരുടെ ഓരോ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മളെ നോക്കാൻ അവർക്ക് സമയം കാണില്ല. എന്ന് മാത്രമല്ല, അവർക്ക് നമ്മൾ ഒരു ഭാരമായി തീരും. എന്നാൽ നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിൽ നിന്ന് ഒരു 20% നമ്മൾ എല്ലാ മാസവും സേവിങ്ങിൽ വെച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് സമ്പന്നർ ആയിരുന്നേനെ എന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ സമ്പന്നത ഉള്ള മാതാപിതാക്കളെ മക്കൾ നോക്കും, യാതൊരു സംശയവുമില്ല. ആയതിനായി നാം ചെയ്യേണ്ടത്, നമ്മുടെ ഇനിയുള്ള കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞു മനസ്സിലാക്കി അവരുടെ എല്ലാ മാസത്തിലെയും വരുമാനത്തിൽ നിന്നും 10-20% അവരുടെ വാർദ്ധക്യത്തിന് വേണ്ടിയിട്ട് സേവ് ചെയ്യുകയാണ് വേണ്ടത്. ചില പ്രത്യേക സാഹചര്യങ്ങളെ നമുക്ക് ഒന്ന് അവലോകനം ചെയ്യാൻ ശ്രമിക്കാം. ആഗോള ഗ്രാമമായ ലോകം നരയുഗത്തിലേക്ക് കുതിക്കുന്നു. 2050 60 കഴിയുന്നവരുടെ സംഖ്യ 200 കോടി കവിയും. ഇപ്പോൾ ലോക ജനസംഖ്യയിൽ 8-ൽ ഒരാൾ 60 കഴിഞ്ഞവരാണ്. വാർദ്ധക്യത്തെ തരം തിരിച്ച് യുവവൃദ്ധൻ, മധ്യവൃദ്ധൻ, പടുവൃദ്ധൻ എന്ന് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യൗവനവൃദ്ധൻ, യങ് ഓൾഡ് എന്ന് പറഞ്ഞാൽ 60-നും 69-നും ഇടയ്ക്ക്, മധ്യവൃദ്ധൻ മിഡ് ഏജ് 70-നും 79-നും ഇടയ്ക്കും, വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് 80+ എന്നും, പടുവൃദ്ധൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് 80+, പിന്നെ ജ്ഞാനവൃദ്ധൻ എന്ന് പറഞ്ഞാൽ വൈസ് ഓൾഡ് 90+ എന്നും വാർദ്ധക്യത്തെ വിശദമായി തരം തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 55 കഴിയുമ്പോൾ ഏകാന്തതയും നിസ്സഹായതയും വർദ്ധിക്കുന്നതിനാൽ വാർദ്ധക്യം നേരത്തെ ആരംഭിക്കുന്നതായി പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. അതിനാൽ വാർദ്ധക്യത്തെ നേരിടുവാനുള്ള വിവിധ പദ്ധതികൾക്ക് പ്രസക്തി വർദ്ധിച്ചു. ഏത് പ്രായത്തെക്കാളും 60 കഴിഞ്ഞവരുടെ എണ്ണം അതിശീഘ്രം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വയോധിക സാന്നിധ്യ പഠനവും പദ്ധതിയും പ്രസക്തമാകുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒക്ടോബർ 1 ലോക വാർദ്ധക്യ ദിനത്തിൽ UN പ്രസിദ്ധീകരിച്ച വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ഗ്ലോബൽ റിപ്പോർട്ട് ഓഫ് ഏജിംഗ് ജനന നിരക്ക് കുറയുന്നതിനാൽ യുവത്വത്തിൻ്റെ കാഹളം നഷ്ടപ്പെടുന്ന സംസ്കാരത്തെക്കുറിച്ചും 2050 ലോകത്തെ 60 രാജ്യങ്ങളിലെങ്കിലും 60 കഴിഞ്ഞവരുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു. സമ്പന്ന രാജ്യങ്ങളിൽ പോലും വാർദ്ധക്യ ഭീഷണി ശക്തമാണ്.
വികസ്വര രാജ്യങ്ങളിൽ വൃദ്ധർക്ക് അവഗണന, പീഡനം, ആക്രമണം എന്നിവ നേരിടേണ്ടി വരുന്നു. ഇവയ്ക്ക് കൂടുതൽ ഇരകളാകുന്നത് വൃദ്ധകളാണ്. ആയുർ ദൈർഘ്യം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, സമ്പത്ത്, സ്വത്തവകാശം എന്നിവയെല്ലാം വൃദ്ധർ പിന്തള്ളപ്പെടുന്നു. വാർദ്ധക്യ പ്രശ്നങ്ങൾ മാനസികവും ശാരീരികവും ആധ്യാത്മികവുമായി ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, സുരക്ഷിത പ്രശ്നങ്ങൾ, അംഗീകാര പ്രശ്നങ്ങൾ, വൈകാരിക പ്രശ്നങ്ങൾ, സഞ്ചാര പ്രശ്നങ്ങൾ, ഇഷ്യൂ ഓഫ് ദി മൊബിലിറ്റി എന്നിവയും വിവിധ തരത്തിൽ വൃദ്ധജനങ്ങളിൽ ഉണ്ടാകുന്നു. വാർദ്ധക്യത്തെ ക്രമാതീതമായി നേരിടുവാനുള്ള പദ്ധതികൾ ലോകരാജ്യ സംഘടനയായ ലോകാരോഗ്യ സംഘടനകളും വൻകിട രാജ്യങ്ങളും ആവിഷ്കരിച്ചു കഴിഞ്ഞു. പുതിയ നൂറ്റാണ്ടിൽ വാർദ്ധക്യം ആഘോഷമാക്കുകയാണ്. വൃദ്ധർ സുരക്ഷിതത്വത്തോടും അന്തസ്സോടും ജീവിക്കുന്ന സംവിധാനത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് ലക്ഷ്യമാക്കുന്നത്. ഫലപ്രദവും സന്തോഷപ്രദവുമായ വാർദ്ധക്യം ഏവർക്കും ഉണ്ടാകണം. അത് ക്രമാതീതമായി ആവിഷ്കരിക്കുവാനുള്ള പദ്ധതികൾ വേണം. ആരോഗ്യവും സാമ്പത്തിക സുരക്ഷിതത്വവും സൗഹൃദ കൂട്ടായ്മയും ലഭിച്ചാൽ വാർദ്ധക്യം ഒരു പരിധിവരെ സന്തുഷ്ടവും സമൃദ്ധവുമാകും. അരോഗതയോടും അന്തസ്സോടും വയോജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സൗകര്യം സൃഷ്ടിക്കപ്പെടണം. സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷിതത്വവും ആരോഗ്യ സംരക്ഷണവും വയോജനങ്ങൾക്ക് അടിയന്തര ആവശ്യമാണ്. വാർദ്ധക്യത്തിന് നിയമ പരിരക്ഷ നൽകുന്ന ചട്ടങ്ങൾ 2003 മുതൽ അന്തർദേശീയ തലങ്ങളിൽ രൂപപ്പെട്ടു. ഇന്ത്യയിൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം, ക്ഷേമവും ചട്ടങ്ങളും മെയിൻ്റനൻസ് ഓഫ് വെൽഫെയർ ആൻഡ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് ഓഫ് റൂൾസ് 2007 നിലവിൽ വന്നു. ഇത് 2009 കേരളത്തിലും പ്രാബല്യമായി. വൃദ്ധർക്ക് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം, സംരക്ഷണം എന്നിവ ലഭ്യമാക്കുവാനുള്ള അവകാശം ഇതിൽ ഉറപ്പാക്കുന്നു. വൃദ്ധരെ സംരക്ഷിക്കുവാനുള്ള ചുമതല മക്കൾക്കും ബന്ധുക്കൾക്കുമുണ്ട് എന്ന് ഈ നിയമം പറയുന്നു. ഇത് കേരളത്തിൽ പ്രാബല്യത്തിലായത് 2009 ആണ്. സ്വയം സംരക്ഷിക്കുവാൻ പ്രാപ്തിയില്ലാത്ത മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി അവരുടെ മക്കളുടെ ബന്ധുക്കളിൽ നിന്നും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നിയമമാണിത്. മക്കൾ എന്നതിനും മകനും മകളും മരുമക്കളും കൊച്ചുമക്കളും ഉൾപ്പെടുന്നു. സംരക്ഷണം എന്നാൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വൈദ്യപരിചരണവും ചികിത്സയും ഉൾപ്പെട്ടതാണ്. ക്ഷേമം എന്നാൽ ഭക്ഷണവും ആരോഗ്യ സംരക്ഷണവും വിനോദ സൗകര്യങ്ങളും മറ്റ് സുഖ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ലക്ഷ്യമിടുന്ന ഈ നിയമത്തിൽ വാർദ്ധക്യ ഗൃഹങ്ങൾ, അതായത് ഓൾഡ് ഏജ് ഹോംസ് സ്ഥാപിക്കുവാനും വയോജനങ്ങൾക്ക് വൈദ്യ സഹായം നൽകുവാനും മുതിർന്ന പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനും വ്യവസ്ഥ ഉണ്ട്. മക്കളോ കുഞ്ഞുമക്കളോ ബന്ധുക്കളോ വൃദ്ധരെ സംരക്ഷിക്കുവാൻ തയ്യാറാകാതെ വന്നാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും നിയമാനുസൃതമായി അവകാശികൾക്ക് നൽകിയ സ്വത്തിന്റെ കൈമാറ്റ നടപടികൾ അസാധുവാക്കുവാനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇവരുടെ സംരക്ഷണത്തിൽ ഉദാസീനത കാണിക്കുന്നവർക്കെതിരെ തടവും പിഴയും നൽകുന്ന ശിക്ഷണ നടപടിയും സ്വീകരിക്കുവാനും കഴിയും. വൃദ്ധരായ മാതാപിതാക്കളെ ഒരാൾ മാത്രമാകുമ്പോൾ ആരാധനാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും ആശുപത്രി വരാന്തകളിലും വഴിയോരങ്ങളിലും ഉപേക്ഷിക്കുന്ന പ്രവണത ശക്തിപ്പെടുകയാണ്. സ്വത്ത് വീതം ചെയ്യുന്നതുവരെ അവരെ സുരക്ഷിതരായി സംരക്ഷിക്കുമെങ്കിലും പിന്നീടുള്ള ജീവിതം ദുസ്സഹമായി തീരുന്നു. മക്കളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന അപമാനങ്ങൾ അസഹ്യമാകുന്നു. സംരക്ഷിക്കുവാൻ അവകാശികൾ ഇല്ലാതെ വരുന്നു. വൃദ്ധസദനവും വഴിയോരവും അഭയ കേന്ദ്രമായി തീരുന്നു. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ ശക്തമായ നിയമസുരക്ഷ വൃദ്ധജനങ്ങൾക്ക് ലഭ്യമാക്കണം. വയോജനങ്ങൾക്ക് കരുതലും സംരക്ഷണവും സുരക്ഷിതത്വവും സന്തോഷകരമായ ജീവിത സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം. വൃദ്ധജനങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കുന്ന വയോരക്ഷ, ആരോഗ്യ പരിപാലനത്തിലുള്ള വയോമിത്രം, പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന വയോമധുരം, സർക്കാർ വൃദ്ധ സദനത്തിലുള്ളവർക്ക് ആയുർവേദ
ചികിത്സ നൽകുന്ന വയോ അമൃതം, പല്ല് സംരക്ഷണത്തിനുള്ള മന്ദഹാസം, പോഷകാഹാര കിറ്റ് നൽകുന്ന വയോപോഷണം തുടങ്ങി എത്രയോ പദ്ധതികളാണ് കേരള സർക്കാർ വയോജനങ്ങൾക്കായി ആരംഭിച്ചിട്ടുള്ളത്. ഇത്തരം സാമൂഹ്യ സേവന ഇടപെടലുകൾ നിർധനരായ വയോജകരിൽ പോലും കൃത്യമായി എത്തുന്നില്ല എന്നത് നിർഭാഗ്യകരമാണ്. അത് നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്നതായ കാര്യങ്ങൾ നാം ഒന്ന് കണ്ണു തുറന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം എല്ലാ കാര്യത്തിനും ചീഫ് മിനിസ്റ്ററോ ആരോഗ്യമന്ത്രിയോ ഭക്ഷ്യമന്ത്രിയോ വന്ന് നോക്കുവാൻ സാധിക്കത്തില്ല. അതിനാൽ നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി നാം ഓരോരുത്തരും അതിൽ ഇടപെടേണ്ടതുണ്ട്. വയോജനങ്ങൾക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ, നയങ്ങൾ, പുതിയ സമീപനങ്ങൾ, നിയമനങ്ങൾ എന്നിവ സർക്കാരും പൊതുസമൂഹവും ഒന്നിച്ച് ആവിഷ്കരിക്കേണ്ടതാണ്. ഇവിടെ മതസാമൂഹിക സംഘടനകൾക്കും മുഖ്യ ഉത്തരവാദിത്വമുണ്ട്. വയോജനങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ്, സാമൂഹിക സുരക്ഷിതത്വം എന്നിവ ശക്തിപ്പെടുത്തണം. അംഗീകാരം, സ്നേഹം, സുരക്ഷിതത്വം, കരുതൽ, സൗഹൃദ കൂട്ടായ്മകൾ എന്നിവ വാർദ്ധക്യത്തിലെ സ്നേഹത്തണലും സ്വാന്തന സ്പർശനവുമായി തീരണം. വൃദ്ധരെ സംരക്ഷിക്കുവാനുള്ള മാനസികവും ആത്മീയമായ പരിശീലനം ഏവർക്കും ലഭ്യമാക്കണം. ജീവിത സായാഹ്നങ്ങളിൽ എത്തിയ മാതാപിതാക്കളെ സുരക്ഷിതമായി ഭവനങ്ങളിൽ സംരക്ഷിക്കുവാനുള്ള പ്രബോധനവും ശക്തിപ്പെടണം. വയോജന സൗഹൃദ സമൂഹം രൂപപ്പെടണം. കുടുംബങ്ങളിലും പള്ളികളിലും വയോജന സൗഹൃദ സമീപനം വളർത്തിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എല്ലാ വീടുകളിലും പ്രാർത്ഥന മുടക്കാതെ തന്നെ നടത്തുകയും പ്രായമുള്ളവരെ സംരക്ഷിക്കുന്നത് പുതിയ തലമുറ കാണുകയും ചെയ്യുമ്പോൾ ഇനി ഉള്ള കാലം നമുക്ക് വൃദ്ധസദനത്തിലേക്ക് പോകാതെ കുഞ്ഞുങ്ങൾ തന്നെ വീട്ടിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം നമ്മുടെ ഭവനങ്ങളിൽ ഒരു മാതൃകയായി അവർക്ക് കാട്ടിക്കൊടുക്കണം. ആ മാതൃകയിൽ ഒന്നാമത്തെ കാര്യം ക്രിസ്ത്യൻ പേരൻറ്റിങ്. യഥാർത്ഥ മറ്റു ജാതികളിലാണെങ്കിൽ പേരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് അത് ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു കാലമാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം. അത് അതിനു വേണ്ടിയിട്ട് ഏത് ജാതിയിൽ ആണെങ്കിൽ പോലും രണ്ടു നേരവും പ്രാർത്ഥിക്കുന്ന ഭവനമാണ് എങ്കിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. ആ ഭവനത്തിൽ വൃദ്ധ ജനങ്ങൾക്കോ കുഞ്ഞുങ്ങൾക്കോ യാതൊരു വിഷമവും ഉണ്ടാകുകയില്ല. അവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അവിടെ ഡിവോഴ്സ് പ്രോസസ് നടക്കുകയില്ല. അതിനാൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.